ഹായ് ഹലോ. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രയാണ് കേട്ടോ. ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ്. എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കോളനിയിൽ പിള്ളേരുടെ സംഘം, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പിള്ളേർ സംഘം കൂടി ഒരുമിച്ചിട്ടൊരു ടൂറ്. രണ്ടാമതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. നമ്മളൊരു 6 ഫാമിലിയാണ് പോകുന്നത്, ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ താണാവ് കഴിഞ്ഞു, ഏകദേശം ഒലവക്കോടൊക്കെ എത്താനായി. ഞങ്ങൾ ഇതുപോലെ ഒരു വട്ടം കഴിഞ്ഞ വർഷമല്ല, ജനുവരി, ഈ വർഷം ആദ്യം ജനുവരിയിൽ ഞങ്ങൾ കുട്ടികൾ കഴിഞ്ഞ വർഷം ക്രിസ്മസ് കരോളിന് പോയിട്ടുണ്ടായിരുന്നു 3 ദിവസം. അങ്ങനെ പോയപ്പോൾ അതിൽ അവർക്ക് പൈസയൊക്കെ കിട്ടിയപ്പോൾ ആ സേവ് ചെയ്ത പൈസയും കൊണ്ട് അവർ പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നെല്ലിയാമ്പതിക്ക് പോയിരുന്നു കേട്ടോ. നെല്ലിയാമ്പതി രാവിലെ പോയി, ഇതേപോലെ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തത് എറണാകുളം, കൊച്ചിയായിരുന്നു. കാരണം കുട്ടികൾ എല്ലാവരും പറയുന്നു നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ ആകുമ്പോൾ ബീച്ചൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കാണാനും സ്ഥലങ്ങളുണ്ടല്ലോ പറഞ്ഞിട്ട് എന്നാൽ ഇപ്രാവശ്യത്തെ ട്രിപ്പ് അങ്ങോട്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവിടെ എത്തുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ, കാരണം എറണാകുളം പൊതുവേ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ളതിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം കാവിൽപ്പാടൊക്കെ കഴിഞ്ഞു. ഹരിക്കുട്ടനും ഞാനും ജിജോടിനും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഹരിക്കുട്ടൻ ബാക്കിലെ സീറ്റിൽ നിന്നിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. മൊത്തത്തിലൊരു നല്ലൊരു രസം തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. അക്കൂസും ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതാ നമ്മുടെ തിരുനെല്ലായി പാലമായത്. പിന്നെ ഇതാ പാലക്കാട് വഴിയോരങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണ്ടല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞു, രണ്ടാമത് കൃഷിയിടാനുള്ള അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പാടങ്ങളെല്ലാം. അപ്പോൾ അതാ നമ്മളിങ്ങനെ കണ്ണന്നൂർ, ഏകദേശം കണ്ണന്നൂരൊക്കെ എത്താനായി. പിന്നെ റോഡ് വെറുതെ പോകുന്നത് ഇങ്ങനെ വീഡിയോസ് എടുക്കണ്ടല്ലോ പറഞ്ഞ് ഞാൻ അധികം ഒന്നും എടുത്തില്ല, എന്നാലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയാലോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ എടുത്താണ്. അപ്പോൾ അതാ നമ്മുടെ കണ്ണന്നൂർ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞാൽ ഫുഡ് രാവിലേക്കും വൈകുന്നേരം ഉച്ചയ്ക്കും രാവിലേക്കും പറയുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. രാവിലേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കയ്യിൽ വെച്ചു കേട്ടോ. ഓരോ ഫാമിലി ഓരോ ഐറ്റം എടുത്തു. ഞാൻ ഗീ റൈസാണ് എടുത്തത് കേട്ടോ. ഗീ റൈസും സാലഡും ഞാൻ എടുത്തു. പിന്നെ ഒരു ഫാമിലി ബിരിയാണിയാണ് എടുത്ത്, വെജിറ്റബിൾ ബിരിയാണി എടുത്തു. വേറൊരു കൂട്ടർ ലെമൺ റൈസ്. പിന്നെ 2 ഫാമിലി ഇഡ്ഡലി, ചട്നി, കുറുമക്കറി, പിന്നെ ചമ്മന്തി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് 2 ഫാമിലി എടുത്തു. പിന്നെ വേറൊരു കൂട്ടർ ചപ്പാത്തി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ്, അങ്ങനെ എല്ലാം ഓരോ ഫാമിലി ഓരോന്നെടുത്തു. അപ്പോൾ നിറയെ ഐറ്റം ആവുമല്ലോ. മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ട്രിപ്പ് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം എന്തായാലും വേണ്ടില്ല. ഇപ്പോൾ അതാ നമ്മൾ കോൾമന്നം എത്തിക്കഴിഞ്ഞു. കോൾമന്നമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേർ അപ്പം തന്നെ ഡാൻസ് തുടങ്ങി. കാരണം രാവിലെ പൊതുവേ അന്ന് നേരത്തെ നീറ്റു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ടൂറല്ലേ, ട്രിപ്പല്ലേ, പിള്ളേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരല്ല, അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പിന്നെ 4 അമ്മമാരുണ്ടായിരുന്നു, വയസ്സായ 4 അമ്മമാർ, അവരും ഹാപ്പി ആയിരുന്നു. എല്ലാം കൊണ്ടും ഒരു അടിപൊളി ട്രിപ്പ്. അക്കു ഈ ഇത്തിരി അറിവ് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ്. ഇതുപോലെ ജനുവരിയിൽ പോയപ്പോൾ പറഞ്ഞാൽ അക്കൂസ് അത്ര ആയിട്ടില്ല. അവന് എത്രയാണ്, ഒരു 6-7 മാസമായിട്ടാണ്. അപ്പം അത്ര അറിയില്ലല്ലോ. ഇപ്പോൾ കുറച്ചും കൂടി ആൾ വലുതായല്ലോ, അതുകൊണ്ട് അവന് ഫുൾ ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ ആരടുത്തും പോകാണ്ട് എന്നെ നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നൊക്കെ വിചാരിച്ചു. കണ്ണൻ്റെ അമ്മ ഒരേ ഡാൻസാണ് കേട്ടോ. ആൻറ്റിയൊക്കെ അടിപൊളിയാണ്, ട്രിപ്പിന് പോകാൻ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു അക്കൂസ് എന്നെ ബുദ്ധിമുട്ടിക്കുക, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും, എനിക്ക് ഒന്നിനും പറ്റില്ല. നോക്കണു, അക്കൂസ് ഫുൾ ടൈം ഓരോരുത്തരുടെ കയ്യിലായിരുന്നു. അവൻ ഹാപ്പി ആയിരുന്നു, അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുട്ടുവിൻ്റെ അമ്മയൊക്കെ ഒരേ കളിയായിരുന്നു കേട്ടാ. ഞാൻ പിന്നെ വണ്ടിയിൽ നിന്നൊന്നും കളിച്ചില്ല. വണ്ടിയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു മാത്രം. എൻ്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. വള്ളിയേന്റി ആണെങ്കിലും അത് അടിപൊളിയായി കളിക്കുന്നുണ്ട്. അവരെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിൽ വരുന്നത്. നമ്മളും എൻജോയ് ചെയ്തു, അവരും എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ. ജാനിക്കുട്ടി പിന്നെ ആൾ സൈലൻ്റാണ്, അവളൊന്നിനുമില്ല. അവൾ ജസ്റ്റ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഡാൻസിനൊന്നുമില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ അക്കൂസിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ അതിൽ വേറെ ലെവലാണ്. എൻജോയ്മെൻ്റ് എന്ന് പറയാൻ അക്കൂനെ കഴിച്ചിട്ടേ ആളുള്ളൂ.
അക്കൂസ് ഹാപ്പിയാണ്. ഇപ്പം നമ്മളിതാ ഏകദേശം വടക്കഞ്ചേരി എത്താനായിട്ടുണ്ട്. ട്രോളെത്തി വടക്കഞ്ചേരി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുതിരാനൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. രാവിലെ നേരമായതുകൊണ്ടേ അത്ര അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ കുതിരാനിലേക്ക് എത്താനായി. ഇപ്പം ഇങ്ങനെ കുതിരാൻ്റെ ഈ തുരങ്കം വന്നതിന് ശേഷം അധികം ബ്ലോക്കും കാര്യങ്ങളും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഇതിലൂടെ യാത്ര ചെയ്യാത്തവർ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ടാവുമായിരിക്കും ഈ വീഡിയോ. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഓരോ വീഡിയോസിൽ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല, മൊത്തത്തിൽ ഓരോ വീഡിയോസ് നമ്മൾ കാണുമല്ലോ. അപ്പോൾ ശരിക്കും ക്യാമറയൊക്കെ നന്നായിട്ട് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ തുരങ്കം വീഡിയോ എടുക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ചില സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ പറയുന്നത് മൊത്തം തെറ്റിപ്പോവും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു വർത്തമാനത്തിൽ അതിൻ്റേതായ മിസ്റ്റേക്കുകളും അങ്ങനെ വരുന്നതും ആയിരിക്കും കേട്ടോ. അത് വിനോട്ടനൊക്കെ ഒരേ കളിയായിരുന്നു വണ്ടിയിൽ നിന്ന്. പാട്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് പാട്ടില്ലാതെ വെറുതെ. പാട്ടും കൂടി ഉണ്ടെങ്കിൽ ഡാൻസൊക്കെ കാണാൻ ഒന്നും കൂടി സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ആക്ഷൻ മാത്രമായതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താണെങ്കിലും എല്ലാവരും വീഡിയോസൊക്കെ കാണണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മൊട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അടിപൊളിയായിട്ടില്ലേ? ഹരിക്കുട്ടൻ ഒരേ കളിയാണ് കേട്ടോ. നമുക്ക് മക്കളുടെ സന്തോഷം എന്ന് പറയുന്ന ഒരു പ്രത്യേകത അല്ലേ. ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അവരുടെ ഹാപ്പിനെസ് അതാണ് വേണ്ടത്. ഇത് നിങ്ങൾ ആരും നോക്കണ്ട. ഞാൻ വെറുതെ മൊട്ടു ആൻറ്റി കൂളിംഗ് ഗ്ലാസ് വെക്കുക പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ്. നന്നായിട്ടുണ്ടോ നന്നായിട്ടില്ല നിങ്ങളൊന്ന് കമൻ്റ് ഇടണം. എല്ലാവരും ട്രോളരുത് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. കാരണം ഏതൊക്കെയോ കട്ട് കൂടെയൊക്കെ കയറിയതുകൊണ്ട് അങ്ങോട്ട് അറിയണില്ല. അപ്പോൾ അതാ നമ്മൾ എത്തി, നമ്മുടെ ആലുവ പാലം എത്തിയിട്ടുണ്ട്. ആലുവ പുഴയുടെ തീരത്ത് പാട്ട് ഞാൻ കൊളാക്കുന്നില്ല. അങ്ങനെ ആലുവ പാലം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ നിറയ്ക്കാൻ കയറിയപ്പോൾ അവിടെ നന്നായിട്ട് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതാ നമ്മുടെ മെട്രോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വലിയ പള്ളി, പക്ഷേ അതിൻ്റെ ഫുൾ നമുക്ക് കാണുന്നില്ല, പാലം മറിഞ്ഞിട്ട്. മെട്രോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ പാലക്കാടാണ്, കേരളത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എറണാകുളത്തേക്ക് ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു പുതുമയും മൊത്തം ഞങ്ങൾക്കുണ്ട്. അത്ഭുതം പോലെയായിരുന്നു നമുക്ക് മെട്രോൻ്റെ ഇതൊക്കെ കാണുമ്പോൾ. എറണാകുളം ഉള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്ക് പാലക്കാട് പറയുമ്പോൾ മെട്രോ ഇല്ല, അങ്ങനെ ബോട്ടുകളില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, കായൽ കടൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആകെയുള്ളത് ഒരു പാലക്കാട് ഇപ്പം എന്താണ് ഡാമുകളാണുള്ളത്. പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് പോയത് ചോറ്റാനിക്കര അമ്പലമായിരുന്നു കേട്ടോ. അവിടെ നന്നായി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് തൊഴുതു. കാരണം ഇങ്ങനെ വരുമ്പോഴല്ലേ നമ്മളൊന്ന് കയറുക. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മീൻസ് ക്യൂവിലൊക്കെ നിന്ന് അവിടുത്തെ ഇതിൽ നിൽക്കണം. നമ്മൾ ഒരു ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ പക്ഷെ നമുക്ക് അതിനുള്ള നേരമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരും ഒന്ന് പോയി തൊഴുതു വന്നു. ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്പലങ്ങളിൽ തിരക്കുണ്ടാവും. പിന്നെ നമ്മുടെ മണ്ഡലകാല സീസണാണല്ലോ, വൃശ്ചിക മാസമൊക്കെ അങ്ങോട്ട് ആയതുകൊണ്ട് സ്വാമിമാരുടെ തിരക്കുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ചോറ്റാനിക്കര അമ്പലമൊക്കെ ഒന്ന് കാണണം. മേൽക്കാവും കീഴ്ക്കാവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കീഴ്ക്കാവിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ പിന്നെ വീഡിയോസൊന്നും അലൗഡല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്കൊന്നും എടുത്തില്ല. ഇങ്ങനെ നമ്മൾ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ പോയി നോക്കണോ, നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു തന്നെയാണ് കേട്ടോ അമ്പലങ്ങളിൽ നിന്ന് പോവുക പറയുമ്പോൾ. ചോറ്റാനിക്കര അമ്പലം നമ്മൾ ആഗ്രഹിച്ച് പോകുന്നൊരു സ്ഥലം കൂടി ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാവുമല്ലോ, മനസ്സിനൊരു കുളിർമ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കീഴ്ക്കാവിൽ പോയപ്പോൾ ആൽമരത്തിൽ ഈ ആണികളൊക്കെ തറച്ചത് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അതൊക്കെ എന്താ പറയുക,
ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു കുളം കണ്ടു, കുളത്തിൻ്റെ അവിടെ ജസ്റ്റ് വീഡിയോ എടുത്തു. ചെറിയ കുളമാണ് കേട്ടോ, അത് അടച്ചിട്ടിരിക്കുകയാണ്, അത് അലൗഡ് അല്ല തോന്നുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അതാ കണ്ട ഒരു കുഞ്ഞൊരു ഉടുമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി നമ്മുടെ പാലസിലേക്കാണ് കേട്ടോ, തൃപ്പൂണിത്തറ പാലസിലേക്കാണ് പോയത്, കൊട്ടാരം. അവിടെ പാർക്ക് ഉണ്ട്. അപ്പോൾ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാൻ, പാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഗ്യാപ്പിലെ കുട്ടികൾ കുറച്ച് നേരം പാർക്കിൽ കളിച്ചു. പിള്ളേർക്ക് പിന്നെ ഊഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ കണ്ട് പാർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അതൊരു എൻജോയ്മെൻറ്റ്. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ കളിച്ചാലും മതിയാവില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം കളിച്ചു, അതിൻ്റെ ഉള്ളിൽ കളിച്ച് കഴിഞ്ഞ് അപ്പോഴാണ് ഹരിക്കുട്ടും ചെറിയൊക്കെ എന്നോട് പറഞ്ഞത്, ദാ അമ്മ ഇവിടെയാണ് മണിച്ചിത്രത്താഴ് സിനിമയുടെ കുളം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു കുളം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം മോൻ പറഞ്ഞു, അമ്മ മോഹൻലാൽ കിണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ല അമ്മ, ആ കുളമാണമ്മ ഈ കുളം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുളം മീൻസ് ഇത് മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കുമോ ഇവിടെ എന്ന്. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, മണിച്ചിത്രത്താഴ് നമ്മുടെ ഈ കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ള സത്യം. അതെനിക്ക് മാത്രമാണോ അറിയാത്തത്, അതോ കാണുന്നവരെ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം, എനിക്കൊന്ന് സമാധാനിക്കാമല്ലോ. കാരണം ഇത്രയും നല്ല പടം, ഇത്രയും ഫേമസ് ആയ പടം, ഇത്രയും നല്ല നല്ല ആക്ടേഴ്സാണ്, ലെജൻഡുകൾ അഭിനയിച്ച പടം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയും അടിപൊളി പടമാണല്ലോ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. അത് ഷൂട്ട് ചെയ്ത സ്ഥലം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഉള്ള സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അക്കൂസിനെന്താ വേണി ആൻറ്റി, അക്കൂസിൻ്റെ ആൻറ്റി ഉരുസിപ്പിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേണി ആൻറ്റീൻ്റെ കൂടെ തന്നെയായിരുന്നു കുറേ സമയം. എല്ലാറ്റിലും ഇരുത്തിയപ്പോൾ അവനും ഒരു സന്തോഷം. അവ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ കയറുന്നത്, അതാ ഊഞ്ഞാലാടുന്നത്. ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് ടക്കൂസ്. കാരണം നമ്മൾ ഇവൻ ഇത്തിരി ആയതിന് ശേഷം നമ്മൾ പാർക്കിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ഹരിക്കുട്ടിനെയും കൊണ്ട് നമ്മളെപ്പോഴും പാർക്കിലേക്കാണെങ്കിലും മലമ്പുഴ, അവിടെ വാടിക, അങ്ങനെയെല്ലാം പോയിരുന്നു. പിന്നെ അക്കൂസ് അതിന് ശേഷം ഇങ്ങനെ പാർക്കുകളിലേക്കൊന്നും പോയിട്ടില്ല. അതാ കണ്ണൻ്റെ അമ്മമ്മ ഊഞ്ഞാലാടുമായിരുന്നു. അപ്പോഴേക്കും ആടുന്ന് കണ്ടപ്പോഴേക്കും അവിടെ നിന്നൊരു വാച്ച്മാൻ വന്നിട്ട് ചീത്ത പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ഒരു രസമല്ലേ, ഇതാ 3 അമ്മമാർ. അങ്ങനെ നമ്മൾ ശരി പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് കുട്ടികൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നന്നായി തിരക്കുണ്ട് കേട്ടോ. അതായത് ഒരു കോളേജിൽ നിന്ന് 2-3 കോളേജിൻ്റെ വണ്ടികളും പിന്നെ ഇതേപോലെ നമ്മളെപ്പോലെ ട്രിപ്പുകളായിട്ട് ആൾക്കാർ വരുമല്ലോ, അങ്ങനെ ഒന്നിച്ചിട്ട് കുറച്ച് വണ്ടികൾ വന്നപ്പോൾ അതിൻ്റെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും, പുറത്ത് കാണാൻ ഇഷ്ടംപോലെ, നടന്ന് കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ സ്പേസുകളുണ്ട്. പക്ഷെ വെയിൽ കാരണം പുറത്തു കൂടെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ച നേരമാണ്, 12 മണി 11:45 ആയിരിക്കണം. അപ്പോൾ 1 മണിയാകുമ്പോൾ അവിടെ അടയ്ക്കും, പിന്നെ 2 മണിക്കാണ് അവിടെ ഓപ്പണിംഗ് പറഞ്ഞു. നമ്മൾ സ്പീഡിൽ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ കുറേയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേയൊക്കെ സ്പീഡാക്കിയിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ കാണാൻ പറ്റുന്നിടത്തോളം കാണാം എന്നുള്ളതിൽ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അത് നിങ്ങൾ എന്താ പറയുക, ലെങ്തിയാണ്, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുള്ളും കാണാം. നിങ്ങൾക്ക് കാണാൻ ബോറടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിരുന്നു കാണണം. പിന്നെ ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ചെരുപ്പ് അവിടെ വെക്കാം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ വേണം കേട്ടോ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മളിതാ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് വീട് ഷൂട്ട് ചെയ്തത് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഫുൾ നമുക്ക് ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ആ സിനിമ തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ളൂ കേട്ടോ. ഓരോ ഭാഗങ്ങൾ, അയ്യോ ഇവിടെ നിന്നല്ല ഇങ്ങനെ, അവിടെ നിന്നല്ല ഇങ്ങനെ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ തെക്കിനി അതൊന്നും നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഏതാണെന്ന് പോലും നമുക്കറിയില്ല. ബാക്കിയൊക്കെ സെറ്റിങ്സ് ആയിരിക്കുമല്ലോ, അവർ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെതായിരിക്കുമല്ലോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ, കാല് നിലത്ത് വെക്കാൻ പറ്റില്ല, അത്രയും ചൂട്. പിന്നെ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ അതൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ വലിയ 2 മിറർ ഉണ്ടായിരുന്നു, മിററിൽ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു.
പിന്നെയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഫോട്ടോസ് നമ്മൾ അതിനുള്ള ഇത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് വീഡിയോ അലൗഡ് അല്ല, ഓൺലി ഫോട്ടോസ് മാത്രം എന്ന്. അപ്പം പിന്നെ ഞാൻ ശരി പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ തന്നെ വീഡിയോസ് എടുത്തുള്ളൂ. പിന്നെയൊക്കെ ഉള്ളത് ഫോട്ടോസാണ്. കുറച്ച് ഫോട്ടോസ് ഉണ്ട് അവിടുത്തെ രാജാക്കന്മാരുടെയും പിന്നെ അവിടുത്തെ ഓരോരോ ഇതില്ലേ അങ്ങനെ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. 1 മണിയാകുമ്പോൾ അടയ്ക്കും എന്നുള്ളതുകൊണ്ട് ഭയങ്കര എല്ലാവരും സ്പീഡിലാണ് കേട്ടോ കണ്ടുപോകുന്നത്. കാരണം അത്രയും കാണാനുണ്ട്. എന്നിട്ടും നമുക്ക് ഒരു സെക്ഷൻ കാണാൻ പറ്റിയില്ല. കാരണം 1 മണി കറക്റ്റ് 1 മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത്, അടുത്ത സെക്ഷൻ്റെ അവിടെ ആയപ്പോഴേക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആ സെക്ഷനിലേക്ക് കയറിയില്ല. പിന്നെ 2 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടൈം നമ്മുടെ പോവല്ലേ. കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ 1 ഡേ ട്രിപ്പാണല്ലോ, രാവിലെ പോയി വൈകുന്നേരം വരുന്ന തരത്തിലായതുകൊണ്ട് നമുക്ക് എന്താ അവിടെ കുറേ നേരം വെറുതെ നിന്ന് വേസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. ആണ് അവിടുത്തെ രാജാക്കന്മാരും അവിടുത്തെ ഓരോ രീതികളും അങ്ങനെ പണ്ടത്തത്. പിന്നെ രാജാവിൻ്റെ കസേര, വെള്ളിയും കൊണ്ടുള്ള കസേരയാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും 2 ഫോട്ടോസും അതിൽ വെച്ചു. അതെങ്ങനെയോ അതിൽ പെട്ടുപോയി. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പാലസിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. മറൈൻ ഡ്രൈവിലെത്തിയപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പറഞ്ഞിട്ട് ബോട്ടിൽ കയറി. ബോട്ട് അടിപൊളിയാണ് കേട്ടോ. ബോട്ട് നമുക്ക് ഒന്നും പറയാനില്ല, ഫുൾ എൻജോയ്മെൻ്റ് ആണ്. മുകളിൽ കയറി നിന്ന് നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. കുറേ 1 മണിക്കൂർ ആവുന്നത് 1 മണിക്കൂറാണ് കേട്ടോ ബോട്ടിൽ. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ അറിയുന്നില്ല. പെട്ടെന്ന് 1 മണിക്കൂറൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് പോയി കഴിയണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നമ്മൾ അത് നമുക്ക് തോണിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അല്ല, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ തിരുവനന്തപുരം ടൂറ് പോയപ്പോൾ അവിടെ നിന്ന് കണ്ടു. ഇവിടെ പാലക്കാടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ സംഭവം. പിന്നെ ബോട്ടിൽ ഒരു വട്ടം ആലപ്പുഴ പോയപ്പോൾ ചെറിയ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതിൽ DJ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൽ പോയപ്പോൾ DJ ഒന്നുമില്ല. പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ ട്രിപ്പുകൾ പോകുക. അത് വലിയ ചിലവുകളുള്ളതൊന്നല്ലല്ലോ, ചെറിയ ചിലവും കാര്യങ്ങളുള്ള ഇങ്ങനത്തെ ട്രിപ്പിനൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. കാരണം ബോട്ടിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴേക്കും ടൈം ആവും പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പാലസിൻ്റെ അവിടെ പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ തന്നെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഫുഡ് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ബോട്ടിലേക്ക് കയറിയത് കേട്ടോ. ഉണ്ടോ ബോട്ടിൽ പിന്നെ ഒരു ഒന്നൊന്നര വ്യൂ. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊന്നും അത്ര അതുണ്ടാവില്ല. പക്ഷെ നമ്മൾ പാലക്കാടായതുകൊണ്ട് നമുക്കിതൊക്കെ ആദ്യത്തെ അത്ഭുതങ്ങളാണ്. പറയാൻ തന്നെ നാണക്കേടാവണു. പക്ഷെ നമുക്കിതൊക്കെ ഒരു ഭയങ്കര എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു. കാരണം ബോട്ടിൽ കയറുക, വെള്ളം അത് ഇത് പറയുമ്പോൾ നമുക്കൊരു രസം തന്നെയാണ്, ഒരു ത്രില്ലിങ് മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് നമ്മുടെ കൂടെയുള്ള ഗൈഡ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ 4 വയസ്സും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പെരിയാറും വേമ്പനാട്ട് കായലും കൂടി മിക്സാണ്. ഒരു സൈഡ് പെരിയാറും ഒരു സൈഡ് വേമ്പനാട്ട് കായലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ ഷിപ്പുകൾ, കപ്പലുകളൊക്കെ നിൽക്കുന്നത് കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കപ്പലുകൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഡോൾഫിനുകൾ വരുന്ന ചാടി കളിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, വേറൊരു ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സിലിടാം. എനിക്കത് കിട്ടിയില്ല. ചാടുന്നത് ഞാൻ കണ്ടു, ഡോൾഫിൻ ഇങ്ങനെ ചാടി ഇതാവുന്നു. പക്ഷെ അപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്, അതാണ് ഉണ്ടായത്. ചരക്ക് കപ്പലാണെങ്കിലും ക്ലീനിങ് കപ്പലുകൾ എല്ലാം നല്ലതുണ്ട് കേട്ടോ കാണാൻ. എന്താണ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ ഗൈഡാണ്. ഇയാളാണ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് കേട്ടോ.
വലിയ കപ്പൽ കണ്ടില്ലേ? എന്തോ കപ്പലിൻ്റെ പേര് പറഞ്ഞു, പക്ഷെ എനിക്കത് ഓർമ്മയില്ല. പിന്നെ ഇതാണ് നമ്മുടെ മൈബോസ് സിനിമ ഷൂട്ട് ചെയ്ത വീട് എന്നുള്ളത് ഇപ്പം ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. ഇത് നമ്മൾ എന്താ പറയുക, ഒരു കൊട്ടാരം തന്നെയാണ്, അതൊരു പാലസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷൂട്ടിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഈ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. പണ്ട് ആദ്യമൊക്കെ അവിടെ നമുക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു, അത്ര 10 രൂപ 20 രൂപ എന്തോ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെയൊക്കെ കാണാമായിരുന്നു. ഇപ്പം അത് അലൗഡ് അല്ലാന്ന്. ഇപ്പോൾ ഓരോ ഫങ്ഷൻസ് നടക്കുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം ഞങ്ങൾ ചെന്ന അന്നും അവിടെ എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഈ വെള്ളത്തിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ, നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല. വെയിലുണ്ട്, പക്ഷെ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് അറിയുന്നില്ല. നല്ല കൂളിംഗ് ആണ്, നല്ല കാറ്റും ഉണ്ടല്ലോ, കായലിൻ്റെ കാറ്റും നന്നായിട്ടുണ്ടല്ലോ. നമ്മുടെ യൂസഫ് അലിയുടെ ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണത്. ഇതൊക്കെ റൂംസാണ് കേട്ടോ, റൂമുകളാണ്. നമുക്ക് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ റൂംസും അവൈലബിൾ ആണ്. ഗ്രാൻഡ് ഹയ ഇതൊക്കെ AC ബോട്ടുകളാണ്. ആ ബോട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, മൊത്തത്തിൽ കവർ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഞാനത് അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ അത്രയൊക്കെ ലുലു കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ അത് കാണുന്നത്. നമുക്ക് ഇപ്പം ഇങ്ങനെ കാണുമ്പോഴാണ് കുറേ വീഡിയോസ് എടുത്തിരിക്കണൂലേ വെള്ളത്തിൽ ബോട്ട് തന്നെ എന്നുള്ളത്. നമുക്ക് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞും തരുന്നുണ്ട് കേട്ടോ. അതേതോ ചർച്ചാണ് അതാ കാണുന്ന 2 കുരിശ് കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാനിതാ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. എനിക്കിവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ടൈറ്റാനിക്കാണ്. അത് കപ്പൽ, ഇത് ബോട്ട്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. അല്ല, നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കപ്പലിൻ്റെ ആണെങ്കിലും ഇങ്ങനെ ബോട്ടിൻ്റെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് അതാണ് കേട്ടോ. നമ്മുടെ റോസ് ആൻഡ് ജാക്ക് നിൽക്കുന്ന ഒരു സീനില്ലേ, അതാണ് ഓർമ്മയിൽ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതാ നിറയെ കപ്പലുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു കപ്പൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ വലിയ വലിയ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് കപ്പൽ പോലത്തെ കപ്പലാണത്. അപ്പോൾ കുറേ ഇത് ഇറക്കുന്നുണ്ട്, വണ്ടികൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ഇത് നമ്മൾ ഈ ബോട്ടിൽ പോയത് AC ആണ്. ഇതിൽ കുറച്ചും കൂടി ചാർജ് കൂടും തോന്നുന്നുണ്ട്, നമുക്ക് അറിയില്ലായിരുന്നു. ഈ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കടലിലേക്കും പോവാം. കടലിലും വ്യൂവും ഒക്കെ കാണിച്ചിട്ടാണ് ഈ ബോട്ടിൽ പോയിട്ട് വരിക. അപ്പം നമ്മൾ പോയത് ചെറിയ ബോട്ടാണ്, അത് ജസ്റ്റ് കുറച്ചൊരു മണിക്കൂറാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് അതങ്ങനെ തിരിച്ച് വരും. അത് കായലിൽ മാത്രമാണ് കേട്ടോ.
ഭയങ്കര വലിയ കപ്പലാട്ടോ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കപ്പലേ കാണുന്നത്. അതും ഇത്ര വലിയ കപ്പൽ. അതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് അവിടെ ശരിക്കും സിമെൻ്റൊക്കെ ഇട്ട് തേച്ച് നിൽക്കണ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളാരും എന്നെ ട്രോളണ്ട, ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ പറയണത്. അത്രയും വലിയ കപ്പൽ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ കപ്പൽ. അപ്പോൾ ശരിക്കും നമ്മൾ ഒറിജിനൽ നമ്മൾ ഈ ആഡംബര കപ്പലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ. ഞാനൊക്കെ ബോധം കെട്ട് വീഴും വേണേ അത് കണ്ടാൽ തന്നെ. അത്രയും ഗംഭീരമായിരിക്കുമല്ലോ ആഡംബര കപ്പൽ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ചരക്ക് കപ്പലുകൾ, ഇതൊക്കെ ചെറിയ കപ്പലായിരിക്കാം. ആഡംബര കപ്പൽ എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര കപ്പലായിരിക്കുമല്ലോ. അപ്പോൾ അതിലെ സ്റ്റാഫുകൾ നമ്മളെ കാണിച്ചൊരു ഹായ് തന്നു. അപ്പോൾ ഞാനതാണ് അവരെ ജസ്റ്റ് സൂം ചെയ്തെടുത്തത് കേട്ടോ. ഒരു മീൻ പിടിക്കുകയാണ് തോന്നുന്നുണ്ട്. അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അല്ലേ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മാസങ്ങളോളം നിൽക്കുകയായിരിക്കുമല്ലോ. പിന്നെ അത് അക്കൂസ് അവന് നടക്കണം, എല്ലാവരും ഇങ്ങനെ നടക്കല്ല. അപ്പോൾ അവന് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അവന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അവൻ അമ്മമ്മേനോട് എനിക്ക് പോണം എന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ അമ്മ അവനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിൽ ചുരിദാർ ഇട്ടതാണ് എൻ്റെ അമ്മ, സാരി എടുത്തത് വേണി ചേച്ചീൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് ക്ലീനിങ് കപ്പലാണെന്ന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോ കപ്പലുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ വേസ്റ്റ് വെള്ളമാണ് അത് വരുന്നത്. കറുത്തിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതപ്പം ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്ത് എൻഡ് ചെയ്യുമ്പോഴേക്കും കണ്ട കരിവെള്ളം വരുന്നത് കണ്ടോ. പിന്നെ ഇവിടെയാണ് അഴിമുഖം, അതായത് അവിടെ നിന്ന് കടൽ, ഇവിടെ നിന്ന് കായൽ അങ്ങനെ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ കടലിൻ്റെ ഭാഗം എത്തുമ്പോൾ തന്നെ നമ്മുടെ ബോട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങിയിട്ട് ആ കടലിൻ്റെ ആ തിരയുടെ ഒരു ഇത് ഇങ്ങനെ ആടുമല്ലോ, അതിൻ്റെ ഒരു മാറ്റം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പറ്റുന്നവരെല്ലാവരും പോവുക. കാരണം ഒരു ജീവിതമുള്ളത് അത് അത്യാവശ്യം നല്ല രീതിക്ക് ആസ്വദിക്കുക. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറി മറയുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ സന്തോഷത്തിനെങ്കിലും നമ്മളിങ്ങനെ ഓരോ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുക. വലിയ വലിയ ട്രിപ്പുകളല്ലെങ്കിലും ചെറിയ ചെറിയ ട്രിപ്പുകൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന, നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് ഓരോ ടൂറുകൾ നിങ്ങൾ പോവുക. അതും ഒരു ജീവിതത്തിലൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ ബോട്ട് തിരിച്ചു കഴിഞ്ഞ് DJ ആണ് അതിൽ. നമുക്ക് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് തരും. നമുക്ക് DJ നമ്മുടെ ഇഷ്ടത്തിന് ആസ്വദിക്കുക. അതെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിച്ച്, പിള്ളേരും അച്ഛന്മാരും ഞാനും ഡാൻസ് കളിച്ചു കേട്ടോ. നമ്മൾ കളിക്കുന്നതിനൊന്നും നമുക്ക് ചമ്മലവും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ ജീവിതം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുക. അത് നല്ല രീതിക്ക് മാത്രം, അല്ലാതെ മിസ്യൂസ് ചെയ്യുന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഇന്നിരുന്നു നാളെ ഇരിക്കുമോ എന്താണ്, ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല, അതാണ് ഇന്നത്തെ ലോകം. അപ്പം നമുക്ക് പറ്റുന്ന സമയങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തും സന്തോഷിച്ചും സഹകരിച്ചും ജീവിക്കുക. കണ്ണൻ്റെ അമ്മമ്മയൊക്കെ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി അടിപൊളി ഡാൻസറാണ്. മുട്ടുവിൻ്റെ അമ്മയും കളിക്കുന്നുണ്ട്. മുട്ടു പിന്നെ വണ്ടി കയറിയപ്പം മുതൽ തുടങ്ങിയ കളിയാണ്. അതാണ് കേട്ടോ മുട്ടു. ജീൻസ് 3/4 ഇട്ടിട്ടില്ല, അതാണ് മുട്ടൂസ്. അക്കൂനും മുട്ടൂനെയും ദില്ലു ചേച്ചീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്യാൻ അക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവന് പിന്നെ ഒരു കുഴപ്പമില്ല. പിള്ളേരാണെങ്കിൽ അവനെ നന്നായി നോക്കും. അതുകൊണ്ട് ഇവിടെ വീട്ടിലാണെങ്കിലും പിള്ളേരുള്ളപ്പോൾ എനിക്ക് സുഖമാണ്. പണിയെടുക്കാനാണെങ്കിലും അവൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. നല്ല അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഡാൻസിൻ്റെ ഇതാണ്. പക്ഷെ സ്റ്റെപ്പൊക്കെ എല്ലാവരുടെ ഏകദേശം ഒരേ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിലൊന്നും മാറ്റിപ്പിടുത്തില്ല. എന്നാലും അതൊരു രസമല്ലേ, ഒരേ സ്റ്റെപ്പാണെങ്കിൽ പോലും. കുട്ടികളൊക്കെ പിന്നെ സ്റ്റെപ്പൊക്കെ മാറ്റി പിടിക്കുന്നുണ്ടാവും. അച്ഛന്മാരൊക്കെ ഒരേ സ്റ്റെപ്പായിരിക്കും.
ഞാനും പൊരിഞ്ഞ കളിയിലായിരുന്നു. എനിക്ക് ഡാൻസൊക്കെ ഇങ്ങോട്ട് ഒരു ഹരം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒന്നൊന്നര കളി കളിക്കും. പിന്നെ നമ്മൾ ഇതിനൊന്നും നമ്മൾ ഷൈനസ് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ മക്കൾ, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ എന്തിനാ അവരുടെ മുന്നിൽ നമ്മൾ ചമ്മുന്നത്? ചമ്മലൊന്നുമില്ല, അത് നാണക്കേടൊന്നുമില്ല, അങ്ങോട്ട് കളിക്കുക തന്നെ. നമ്മൾ സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു ടൂറിന് പോകുന്നത്. അപ്പം അത് അങ്ങോട്ട് കളിച്ച് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുക തന്നെ. അക്കൂസിൻ്റെ അമ്മമ്മൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അവരും അവിടെ കളിക്കുകയാണ്. ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്, എന്നാലും ഇങ്ങോട്ട് ശബ്ദം കേൾക്കുന്നുണ്ടാവും. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ വല്ലാതെ ലെങ്തി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെയും ഞാനതാ പറയുന്നത്. അപ്പോൾ അതാ വള്ളേൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ CID മ്യൂസിയത്തിലത്തെ ആ പാട്ട് സീനൊക്കെ ഇവിടെയാണ്. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ഓരോ മൂവികൾ ഓർമ്മ വരും കേട്ടോ. നമ്മൾ സിനിമയിൽ കണ്ടതുകൊണ്ടേ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ചെറായി ബീച്ചിലാണ്. കുട്ടികളൊക്കെ ഒരേ കളിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അക്കൂസിനെ ഇറക്കിയില്ല, ബാക്കി എല്ലാവരും കളിച്ചു കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറാണ്ടേ നമുക്ക് നല്ല ബുദ്ധിമുട്ടായി ലാസ്റ്റ് കയറാണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളൊരു എറണാകുളം കൊച്ചി ട്രിപ്പ് പോയതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.